ഇന്ന് കുക്കറിൽ ബീഫ് കറി ഉണ്ടാക്കാം. അതിനായി ആദ്യം പൊടികളൊന്ന് വറുത്തെടുക്കാം. ഇങ്ങനെ വറുത്ത് വെച്ചാൽ ഒരു പ്രത്യേക ടേസ്റ്റാണ് കറിക്ക്. അതിനായി ചീനിച്ചട്ടി അടുപ്പിൽ വെച്ച് 1 ടേബിൾ സ്പൂൺ നെയ്യോ വെളിച്ചെണ്ണയോ ഒഴിക്കാം. ചൂടായ 4-5 വെളുത്തുള്ളി തൊലിയോട് കൂടി ചതച്ചത് ഇതിലേക്കിട്ട് മൂപ്പിക്കാം. കുറച്ച് കറിവേപ്പില കൂടി ഉണ്ടെങ്കിൽ ചേർക്കാം. ഇനി പൊടികൾ ഇടുമ്പോൾ കരിയാതിരിക്കാൻ ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ പെരുംജീരകപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 2.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി എന്നിവ ചേർത്ത് ഫ്ലെയിം ഓണാക്കി ലോ ഫ്ലെയിമിൽ പൊടികളെല്ലാം മൂപ്പിച്ചെടുക്കാം. കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി ഇത് മാറ്റി വയ്ക്കാം. ഇനി കുക്കർ അടുപ്പിൽ വെച്ച് ചൂടായാൽ വെളിച്ചെണ്ണ 3 ടേബിൾ സ്പൂൺ ഒഴിക്കാം. ഇതിലേക്ക് 4 സവാള അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും ചേർക്കാം. ഇനി 1 ടേബിൾ സ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് വഴറ്റാം. ഇത് നന്നായി വഴണ്ടാൽ കുറച്ച് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ചതച്ചത് ചേർത്ത് വഴറ്റാം. ഇതുകൂടി നല്ലതുപോലെ വഴറ്റി ക്ലീൻ ചെയ്ത് വെള്ളം ഊറ്റി വെച്ചിരിക്കുന്ന ബീഫും 1 തക്കാളി കട്ട് ചെയ്തതും കൂടി ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്യാം. ഉപ്പ് ആവശ്യമെങ്കിൽ ചേർക്കാം. ഇനി വറുത്ത് വെച്ചിരിക്കുന്ന പൊടികൾ ഇതിലേക്കിട്ട് നന്നായി മിക്സ് ചെയ്യാം. 2 മിനിറ്റ് നല്ലതുപോലെ മിക്സ് ചെയ്യണം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർക്കാം. ബീഫ് വെന്ത് വരുമ്പോൾ കുറച്ച് വെള്ളം ഇറങ്ങും. അതനുസരിച്ച് വേണം വെള്ളം ചേർക്കാൻ. ഇനി കുക്കർ അടച്ച് ഹൈ ഫ്ലെയിമിൽ 1 വിസിലും ലോ ഫ്ലെയിമിൽ 4 വിസിലും വരും വരെ വേവിക്കാം. ഓരോ ബീഫിൻ്റെയും വേവനുസരിച്ച് വിസിലടുപ്പിക്കുന്നതിൽ വ്യത്യാസം വരാം. ആവിയെല്ലാം പോയി കഴിഞ്ഞാൽ ഇനി തുറന്നു നോക്കാം. ബീഫൊക്കെ പാകത്തിന് വെന്തിട്ടുണ്ടോ? ഇത്രയേ ഉള്ളൂ. നല്ല ടേസ്റ്റിയായ ബീഫ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്.